നെഹ്റു ട്രോഫി വള്ളംകളി ഓർമ്മയുടെ ഓളങ്ങളിൽ. ഇന്ത്യയെ കണ്ടെത്തിയ നെഹ്റുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലമേളയ്ക്ക് തുടക്കം കുറിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴക്കാരുടെ ഉത്സവമാണ്. നെഹ്റുജിയെ കുട്ടനാട്ടിൽ നിന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നതോടെയാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ തുടക്കം. 100-ൽ പരം തുഴച്ചിൽക്കാർ ആവേശത്തോടെ ഏകതാളത്തിൽ തുഴയെറിഞ്ഞ് നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ വരുന്നത് കണ്ടപ്പോൾ ആഹ്ലാദഭരിതനായ ജവഹർലാൽ നെഹ്റു മുന്നിലൂടെ കടന്നു വന്ന നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. സെക്യൂരിറ്റിക്കാരെല്ലാം പരിഭ്രാന്തിയിലായി. നടുഭാഗം വള്ളക്കാർക്കാണെങ്കിൽ അഭിമാന നിമിഷങ്ങൾ. അവർ തുഴ കുത്തിയെറിഞ്ഞ് വെള്ളത്തുള്ളികൾ പളുങ്കുമണികളെപ്പോലെ ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്തിയാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ ആ മത്സരം അവസാനിച്ചത്. അത് കഴിഞ്ഞ് ചുണ്ടൻ്റെ മാതൃകയിലുള്ള വെള്ളിയിൽ തീർത്ത ഒരു ട്രോഫി അദ്ദേഹം ആലപ്പുഴ കളക്ടറുടെ പേർക്ക് അയച്ചു കൊടുത്തു. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടത്. നെഹ്റുജിയുടെ നിര്യാണത്തെ തുടർന്ന് അതിന് നെഹ്റു ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തു. തുടർന്ന് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ജലരാജാക്കന്മാരുടെ മത്സരം എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച ആലപ്പുഴ പുന്നമടക്കായലിൽ അരങ്ങേറുന്നു. ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ലോകവിസ്മയങ്ങളിലൊന്നാണ്. 1500ഓളം തുഴച്ചിൽക്കാർ. ഇത്രയധികം തുഴച്ചിൽക്കാർ പങ്കെടുക്കുന്ന ജലമേള ലോകത്തൊരിടത്തുമില്ല. ആലപ്പുഴക്കാരുടെയും കുട്ടനാട്ടുകാരുടെയും ആഹ്ലാദാവേശങ്ങളുടെയും ഐക്യത്തിൻ്റെയും ഹൃദയമുദ്രയാണ് നെഹ്റു ട്രോഫി. അതിൽ സ്ത്രീകളുടെ മത്സരമുണ്ട്, വിദ്യാർത്ഥികളുടെ മത്സരമുണ്ട്, മറ്റ് പല ഇനം ചുണ്ടൻ വള്ളങ്ങളോടൊപ്പം വള്ളങ്ങളും മത്സരിക്കുന്നുണ്ട്. ജലമേള അടുക്കുന്നതിന് മുൻപേ കുട്ടനാട്ടിൽ ജീവിതത്തിൻ്റെ താളത്തുടിപ്പ് പുന്നമടക്കായലിലേക്ക് പെരുമ്പുറ കൊട്ടും. കരിനാഗങ്ങളെപ്പോലെ ചീറിപ്പാഞ്ഞു വരുന്ന ജലരാജാക്കന്മാരെ കാണുന്നത് തന്നെ ആവേശമാണ്. കമൻ്ററി എൻ്റെ മുൻപിൽ പുതിയൊരു ലോകം തുറന്നു. എൻ്റേതായ മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു വർഷം ഭാര്യ ഇന്ദിരയും മകൾ റാണിയും കമൻ്ററിക്ക് ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ. അന്ന് അതൊരു വാർത്തയായിരുന്നു. രാഷ്ട്രശില്പിക്കായുള്ള ആദരവാണ് ഈ ജലമേള. ആദ്യ കമൻ്ററി കാലത്ത് നാഗവള്ളി RS കുറുപ്പും രവീന്ദ്രൻ നായരും PD ലൂക്കും ഞാനുമൊക്കെ ഉണ്ടായിരുന്നു. നെഹ്റു ട്രോഫിയുടെ കമൻ്ററി കേൾക്കാൻ മുൻപ് എല്ലാ ചായക്കടകളുടെയും പെട്ടിക്കടകളുടെയും മുൻപിലും വീടുകളിലും റേഡിയോകൾക്ക് മുമ്പിൽ ആളുകൾ കൂട്ടം കൂടുമായിരുന്നു. ദൃശ്യവിസ്മയത്തെ ഞങ്ങൾ ശബ്ദവിസ്മയമാക്കി അവതരിപ്പിച്ചു. ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് പതിവ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരിക്കുക. പക്ഷേ ഇത്തവണ 2024 സെപ്റ്റംബർ 28-ാം തീയതിയിലേക്ക് ആ വള്ളംകളി മാറ്റിവെച്ചു. കാരണം വയനാട് ദുരന്തം പ്രമാണിച്ച് സൂചകമായി അത് മാറ്റിവെച്ചതാണ്. ആർപ്പോ ഇറോ എന്ന് താളമിട്ട് തുഴയുന്ന വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ അടുക്കുന്നതിനനുസരിച്ച് അനുനിമിഷം തുഴകളുടെ താളപ്പെരുക്കമാണ്. ഒടുവിൽ വെടിത്തടിയിലിടിക്കുന്ന താളവും അയ്യോ അയ്യോ എന്നാകും. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്.